ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഓക്കെ ആണോ ഒന്ന് കമന്റ് ചെയ്യും. ഹലോ, ഓക്കെ. താങ്ക് യു, താങ്ക് യു. ഓക്കെ, നമ്മള് ലാസ്റ്റ് ക്ലാസ് നിർത്തിയതല്ലേ? എന്തായിരുന്നു? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് എന്ന് പറയുന്ന ഒരു കാര്യം, അതിന്റെ ഇക്വേഷൻ കിട്ടിയിട്ട് അവിടെയല്ലേ നമ്മൾ നിർത്തിയിട്ടുള്ളത്? ആണോ? ഓക്കെ, അവിടെയാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. ആണോ? ഇക്വേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ?
ലാസ്റ്റ് എഴുതിയ ഫോം ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് എന്ന് പറയുന്നത് u പ്ലസ് a ഇൻറ്റു n മൈനസ് 1/2 അവിടെയാണ് നിർത്തിയത്. ആണെന്താണെന്ന് പറയടാ. ഹലോ, സർ വാൻഡിഗ്രാഫ് ജനറേറ്റർ തുടങ്ങി വെച്ചതാ. ഓക്കെ ഓക്കെ, സോറി. സാധാരണ ഈ സമയത്ത് +1 ഉണ്ടായത്, ഞാൻ പേരൊന്നും നോക്കിയിട്ടില്ല. ഓക്കെ, നമ്മള് വാൻഡിഗ്രാഫ് ജനറേറ്റർ സ്റ്റാർട്ടിങ് ആണെന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ, അതിന്റെ എന്താണ് സംഭവം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നുന്നു അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് വാൻഡിഗ്രാഫ് ജനറേറ്റർ ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു അല്ലെ. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, അനഘ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അനഘ പേര് മാത്രമേ ഉള്ളൂ, അനഘ. എന്തിനാ നമ്മള് വാൻഡിഗ്രാഫ് ജനറേറ്റർ ഉപയോഗിക്കുന്നത്? അനഘ കേൾക്കുന്നില്ല, മിണ്ടുന്നില്ല, കുട്ടി മിണ്ടണില്ല. കുറെ അനഘയുള്ളതുകൊണ്ടാണോ? പേരിന്റെ കൂടെ ഒന്നുമില്ലാതെ അനഘ അല്ലെങ്കിൽ ഇപ്പൊ ഉത്തരം പറഞ്ഞ. ഹലോ അനഘ പോയാ? നടുവിട്ട് പോയി നമ്മടെ. ചെക്കന്മാരും കാണാതെ. കിരൺ കൃഷ്ണ, എടാ കിരണെ മോനെ പറഞ്ഞെ, എന്തിനാടാ നമ്മള് വാൻഡിഗ്രാഫ് ജനറേറ്റർ ഉപയോഗിക്കുന്നത്? കിരണെ, ഇതെല്ലാം ഊമകളന്നറ്റ, കേൾക്കായിട്ടാണോ? പോരട്ടെ, സൗണ്ട് പോരട്ടെ കിരൺ കൃഷ്ണ, എല്ലാരും ഒന്ന് കേൾക്കട്ടെ. ഇതിന്റെ സൗണ്ട് അല്ലോ, മൈക്കില്ലേ? അങ്ങനെയല്ലോ ഉണ്ട്. പി സി ആണ്, പി സിയിൽ ഹെഡ്സെറ്റ് വെച്ച സൗണ്ട് വരൂല. സൗണ്ട് ഇപ്പൊ ഓക്കെ ആണോ? ഹലോ, ഇപ്പൊ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ. നമ്മളൊരു വാൻഡിഗ്രാഫ് ജനറേറ്റർ എന്ന് പറയുന്ന സാധനം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ കുറച്ചുകൂടി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കൽ, നിങ്ങൾ യൂട്യൂബിലെങ്ങാറ്റം വാൻഡിഗ്രാഫ് ജനറേറ്റർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്താണ്, ഒരു പെൺകുട്ടിയാ ആൺകുട്ടി എങ്ങാറ്റ് ഇങ്ങനെ മുടിയൊക്കെ എന്താണ് നല്ല സ്പ്രെഡായിട്ട് നിൽക്കുന്ന ഒരു പിക്ചർ, ഒരു വീഡിയോ ഒക്കെ അവിടെ കാണാൻ പറ്റും. കണ്ടിട്ടുണ്ടോ? വെറുതെ ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാ വാൻഡിഗ്രാഫ് ജനറേറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു എന്താ ഹെയർ ഒക്കെ ഇങ്ങനെ 4 ഭാഗത്താക്കിയിട്ട് ഒരു പിക്കൊക്കെ കാണുന്നുണ്ടോ? ഉണ്ടാ? അടിച്ചു നോക്കിയ വാൻഡിഗ്രാഫ് ജനറേറ്റർ അതിന്റെ എക്സ്പെരിമെന്റ് അങ്ങോട്ട് അടിച്ചാല്
അവിടെ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, നിങ്ങൾ പിന്നെ കണ്ടോ, അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയ സാധനമാണ്. ഒന്നുമില്ല, ഈ ഒരു ചാർജ് കിട്ടുന്ന പരിപാടിയാണ്. അതായത് ആ വാൻഡിഗ്രാഫ് ജനറേറ്ററിനെ ഒരാൾ ടച്ച് ചെയ്യുന്ന സമയത്ത് അയാള് ആ എല്ലാ മുടികൾക്കും എല്ലാ ഹെയർസിനും എന്താണ് സെയിം ചാർജ് കിട്ടും. ആ സെയിം ചാർജ് കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് അവർ തമ്മിൽ എന്ത് വരും? റിപ്പൽഷൻ വരും. അതിന്റെ ഭാഗമായിട്ട് ഈ മുടിയിൽ എന്തുണ്ടാവും? ഇങ്ങനെ കിടന്നിട്ട് ഒരു ഡാൻസ് കളിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. നമ്മൾ കൈ റിമൂവ് ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്താവും? പഴയ പോലെയാവും. നിങ്ങളൊന്ന് കണ്ടുപോയിക്കോ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രസമായിട്ട് കാണാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ കാണണ്ട അവിടെ വെച്ച്. ഓക്കെ, എന്താ ഈ വാൻഡിഗ്രാഫ് ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അറിയാവുക? വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ കഴിഞ്ഞ ദിവസം എന്തോ ഒരു ലൈറ്റ്നിങ് അറസ്റ്ററെല്ലാം പറയുമ്പോൾ എന്തോ ഒരു പേര് പറഞ്ഞില്ലേ? എന്തോ ഒരു ടേം ഓർമ്മയുണ്ട? ലൈറ്റ്നിങ് അറസ്റ്റർ ഒക്കെ പറയുന്ന സമയത്ത് എന്തോ ഒരു ഷാർപ്പ് പോയിന്റ്, എന്തോ ഒരു കൊറോണ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞില്ലേനോ? കൊറോണ ഡിസ്ചാർജ് എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ആക്ഷൻ ഓഫ് ഷാർപ്പ് പോയിന്റ്സ്, അതാണ് ഇതിന്റെ ഒന്നാമത്തെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറയാം നമ്മളെ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ ടെക്സ്റ്റിലൊക്കെ പറയുന്ന ടേം ചാർജ് കളക്ടിങ് പ്രോപ്പർട്ടി ഓഫ് എ ഹോളോ കണ്ടക്ടർ ആണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അവരതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു നോക്കാം. ഓക്കെ, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് നോക്കി നോക്കാം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞ രണ്ട് ടേം ആലോചിക്കുക. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്നെന്താണ്? എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എന്താണ്? കൊറോണ ഡിസ്ചാർജ്. രണ്ടാമത്തെ കാര്യം പറയാ, എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാ? ചാർജ് കളക്ടിങ് പ്രോപ്പർട്ടി ഓഫ് എ ഹോളോ കണ്ടക്ടർ. കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് അവിടെ തിയറി ആയിട്ട് പറയുന്നത്. അത് നിങ്ങളുടെ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ഒരു മാർക്കിനാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, കൊറോണ ഡിസ്ചാർജ്. രണ്ടാമത്തത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ, അല്ലെങ്കിൽ ചാർജ് കളക്ടിങ് പ്രോപ്പർട്ടി ഓഫ് എ ഹോളോ കണ്ടക്ടർ. ഒരു ഹോളോ കണ്ടക്ടറിന് ചാർജ് കൊടുത്താൽ അതെന്ത് ചെയ്യും? ഈ പുറത്ത് മാത്രം, അതിന്റെ സർഫസിൽ മാത്രം എന്ത് ചെയ്യും? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള ഒരു സിമ്പിൾ ഐഡിയ, അതാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെച്ചോ. വർക്കിംഗ് പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, നമ്പർ 1 എഴുതുക. ആക്ഷൻ ഓഫ് ഷാർപ്പ് പോയിന്റ്സ്, ആക്ഷൻ ഓഫ് ഷാർപ്പ് പോയിന്റ്സ്, ആക്ഷൻ ഓഫ് ഷാർപ്പ് പോയിന്റ്സ്. ഒരു ഇത് സ്ലാക്സ്, സ്ലാഷ് കൊറോണ ഡിസ്ചാർജ്. കൊറോണ ഡിസ്ചാർജ്. രണ്ടാമത്തെ പോയിന്റ് എഴുതുക. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആയിട്ട് പറയാം. ഈ പല പേരിലും പറയാം, നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് ആകുന്നത് അതെടുത്തോ. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ, ഒരു ഓർ ഇട്ടിട്ട് എഴുതിക്കോ. ഓർ ചാർജ് കളക്ടിങ് പ്രോപ്പർട്ടി ഓഫ് എ, ചാർജ് കളക്ടിങ് പ്രോപ്പർട്ടി ഓഫ് എ
hollow conductor, charge collecting property of a hollow conductor. ഓർന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു 6 ലൈന് അങ്ങ് വിട്ടേച്ചേ, ഒരു 6-7 ലൈന് അവിടെ വിട്ടിട്ട് എഴുതിക്കോ. നമുക്ക് ഈ തിയറി പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പം രസമാണ്, മനസ്സിലാവും. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോണ്ട, ലാസ്റ്റ് അത് കിട്ടിയിട്ട് ഇങ്ങോട്ട് വരാം. ഓക്കെ, ഒരു 6-7 ലൈന്, കുറച്ച് സ്ഥലം അവിടെ വിട്ടെ, ദാരിദ്ര്യം കളിക്കണ്ട. ഓക്കെ, കുറച്ച് സ്ഥലം അവിടെ വിട്ടെ. എന്താ അങ്ങനെ ദാരിദ്ര്യം ഉണ്ട്, ഞാൻ നോട്ട് മേടിച്ചു തരും, പേടിക്കണ്ട. ഓക്കെ, വെറുതെ പറഞ്ഞാണ്, സ്പേസ് വിട്ടാ മതി. ഓക്കെ ഓക്കെ, എന്നിട്ട് അതിന്റെ താഴെ തിയറി എന്ന് എഴുതിക്കോ. ഇതിന്റെ ഐഡിയ, തിയറി. താഴെ നോട്ട് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള സാധനം ഒരു ഹോളോസ്ഫിയർ ഉണ്ട്, അതിന്റെ അകത്ത് വെക്കുന്ന ഒരു മെറ്റാലിക് സ്ഫിയർ ഉണ്ട്. എങ്ങനെയാ വെക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം, എഴുതിക്കോ. കൺസിഡർ എ ഹോളോസ്ഫിയർ ഓഫ്, അല്ലെങ്കിൽ ലാർജ് എന്ന് എഴുതിയാലും നല്ലത്, ലാർജ് ഹോളോസ്ഫിയർ ഓഫ് ചാർജ് capital Q, charge capital Q, and radius capital R, radius capital R, full stop. If a small metallic sphere of radius small letter r and charge small letter q placed at the center of the holosphere, center of the holosphere. നമ്മൾ എന്തോ ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണല്ലേ. ഉണ്ടാക്കേണ്ടിട്ട് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? വലിയൊരു ഹോളോസ്ഫിയർ ഉണ്ട് അല്ലെ. ഹോളോസ്ഫിയറിന്റെ മേലെ ചാർജ് ഒക്കെ ഉണ്ട്. ഇപ്പൊ എത്രയോ ചാർജ് ഉണ്ട്, അത് അവിടെ നിന്നോട്ടെ. ചാർജ് നമ്മൾ എത്രയോ കൊടുത്ത്? ക്യാപിറ്റൽ ക്യൂ ഒക്കെ ആയിട്ടാണ് കൊടുത്തത്. ഓക്കെ, ഇതിന്റെ മുകളിലായിട്ട് ചാർജുകൾ ഉണ്ട്. പ്ലസ് ചാർജ് ആണെന്ന് വെച്ചോ, യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ തന്നിട്ടുള്ള ഇതിന്റെ റേഡിയസ് അറിയാം അല്ലെ. ഓക്കെ, ഇതാണ് സെന്റർ എന്ന് വെച്ചോ, വരച്ചോ കേട്ടാ, കുഴപ്പമില്ല, വരച്ചു. റേഡിയസ് എത്രയാണ്? ക്യാപിറ്റൽ R ആണ്. പിന്നെന്താ വെച്ചിട്ടുള്ളത്? അതിന്റെ സെൻട്രലായിട്ട് ഒരു മെറ്റാലിക് സ്ഫിയർ ഉണ്ട് അല്ലെ. അതിന്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് സ്മോൾ ലെറ്റർ R. അതും നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ആയിട്ട് തന്നെ നിന്നോട്ടെ, പോസിറ്റീവ് ആണ്. എത്രയുള്ളത്? അതിന്റെ വലത്ത് ചാർജ് സ്മോൾ ക്യൂ ആണ്. ഇയാളെ എത്രയാണ്? ക്യാപിറ്റൽ ക്യൂ. വരച്ചോ മെല്ലാം.
ഇതാണ് നമ്മളെ സെറ്റപ്പ് ഉള്ളത്. നമുക്ക് അറിയേണ്ട കാര്യം ഇതാണ്, നമ്മളിപ്പോ ഒരു വയറ് വെച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വയറ് വെച്ച് കണക്ട് ചെയ്താല് ചാർജുകള് വലുതെന്ന് ചെറുതിലേക്കാണോ വരുക, ചെറുതെന്ന് വലുതിലേക്കാണോ പോകുക? നമ്മൾ ഉദ്ദേശിതാണ് ഒളോസ്ഫിയറിന്റെ മേല ചാർജ് നിറയ്ക്കുക. ചാർജ് നിറയ്ക്കണ്ടിക്ക് എന്ത് ചെയ്യണോ? കുറെ ചാർജ് ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യൂ, വലിയ പൊട്ടൻഷ്യൽ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് നോക്കണം ഈ ചെറുതെന്ന് വലുതിലേക്ക് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ, അല്ലെ സിമ്പിൾ ആയിട്ട് ഒരു വയറ് വെച്ച് കണക്ട് ചെയ്താ അങ്ങ് പോവോ എന്നുള്ളതാണ് നോക്കേണ്ടത്. നോക്കി നോക്കാം പോകുവോ ഇല്ലയോ എന്നുള്ളത്. ഡയഗ്രാം വരച്ചോ. ചാർജ് ഫ്ലോ ചെയ്യാൻ എന്തിനാണ് വേണ്ടത്? എന്തിനു വേണ്ടത്? എന്ത് വേണമെന്നാ പറയുക? ചാർജ് ഫ്ലോ ചെയ്യാൻ എന്തോ ഒരു വ്യത്യാസം വേണ്ടേ? ബാറ്ററിന്റെ വലിയ പൊട്ടൻഷ്യലിൽ നിന്ന് ചെറിയ പൊട്ടൻഷ്യലിലേക്ക് മാത്രമാണ് എന്ത് ചെയ്യുക, ചാർജ് ഫ്ലോ ചെയ്യുക. യെസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പറയേണ്ട കാര്യം എന്താ, ഇയാള് വലിയ പൊട്ടൻഷ്യലും ഇയാള് ചെറിയ പൊട്ടൻഷ്യലും ആണോ നോക്കണം. ആണെങ്കിൽ എന്ത് ചെയ്യും, സിമ്പിൾ ആയിട്ട് അങ്ങ് ഫ്ലോ ചെയ്തോളും. നമ്മളൊന്നും ചെയ്യണ്ട. സിമ്പിൾ ആയിട്ട് ഒരു വയർ വെച്ച് കണക്ട് ചെയ്യുക, ഇതിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക, അന്നേരം ഇതെന്ത് ചെയ്തോളും, ഓട്ടോമാറ്റിക് ആയിട്ട് പറ്റാവുന്നത്ര ചാർജ് സ്റ്റോർ ചെയ്യും. അതിലും അപ്പുറമായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ അല്ലെ, പറ്റാവുന്നത്ര ഫുഡ് സ്റ്റോർ ചെയ്താല് അതിലും അപ്പുറമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആമാശയം പൊട്ടിങ് വരൂലേ? അതേപോലെ തന്നെ ഇവിടെ പറ്റാവുന്നത്ര അധികമായി കഴിഞ്ഞാൽ എന്തായി പോവും, അതുമല്ല എയറിലേക്ക് സ്പാർക്കായിട്ട് ഇങ്ങനെ കാണാം. ഇങ്ങനെ മിന്നൽ പോകുന്ന പോലെ സ്പാർക്ക് വരും എയറിലേക്ക്, അങ്ങനെ കാണാൻ പറ്റും. നോക്കി നോക്കാം പറ്റാവുന്നത്ര ചെയ്യാൻ പറ്റുമോ ഈ സിമ്പിൾ മെത്തേഡ് വഴി. നമുക്ക് ആദ്യം നോക്കേണ്ട പൊട്ടൻഷ്യൽ വ്യത്യാസം. പൊട്ടൻഷ്യൽ പറയുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കണേനു, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അതായത് ഒരാളെ മേലെയുള്ള ആകെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അവിടെ അടുത്തുള്ള എല്ലാ ചാർജായ സാധനം കൂടി ഉണ്ടാക്കുന്ന ആകെ പൊട്ടൻഷ്യലാണ്. അതായത് ഇയാളെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇയാളെ സ്വന്തം പൊട്ടൻഷ്യലും ഇയാൾ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും കൂടി ആഡ് ചെയ്തതാണ്. അതേപോലെ ഇയാളെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇയാളെ സ്വന്തം പൊട്ടൻഷ്യലും ആ വലിയ ആള് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും കൂടി കൂട്ടിയതാണ്. ഇതറിയാലോ? അറിയാം. ആദ്യം എഴുതിയ എന്നാല് പൊട്ടൻഷ്യൽ ഓഫ് ദ സ്പെറിക്കൽ ഷെല്ല്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പണി ചെയ്തോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി വെച്ചോ, വി അതിന്റെ റേഡിയസ് എത്രയും ക്യാപിറ്റൽ R, അതോടെ ബി ഓഫ് ക്യാപിറ്റൽ R ഇതായിരിക്കും. ബി ഓഫ് ക്യാപിറ്റൽ R. ഓക്കെ അല്ലേ? പറഞ്ഞുതരൂ എത്രയാ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? ഇയാളെ സ്വന്തം പൊട്ടൻഷ്യലും വേണം, ഇയാള് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും വേണം. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? 1/4πε0 ആരും പറയണ്ട, ബാക്കി പറഞ്ഞു തന്നാൽ മതി. 1/4πε0 രണ്ട് ടേം ഉണ്ടാവും. വലിയാളെ സ്വന്തം പൊട്ടൻഷ്യൽ എത്രയാ? സ്വന്തം പൊട്ടൻഷ്യല് എടാ സ്വന്തം പൊട്ടൻഷ്യൽ എന്താണ്? അയാളെ ചാർജ് ബൈ അയാളെ റേഡിയസ്. വളരെ മോശം കേട്ടാ. അപ്പൊ സ്വന്തം പൊട്ടൻഷ്യൽ എത്രയാ? എടാ വലിയോന്റെ ചാർജ് എത്രയാടാ? Q. വലിയോന്റെ റേഡിയസ് എത്രയാ? അടിച്ചിട്ട് കണ്ണുപൊട്ടി കണ്ടിക്കില്ല. വലിയോന്റെ റേഡിയസ് എത്രയാ? R അല്ലേ? അപ്പൊ എത്രയാണ്? അപ്പൊ എത്ര വരുവാ? വലിയാളെ സ്വന്തം പൊട്ടൻഷ്യല്
അല്ലെ പോട്ടെ, ഒരു സ്റ്റെപ്പ് കൂട്ടാം. അയാളെ സ്വന്തം പൊട്ടൻഷ്യൽ ഇതാണ് 1/4πε0 Q/R പ്ലസ്. അടുത്തുള്ള ഈ ചങ്ങായി ഉണ്ടാക്കൂലേ പൊട്ടൻഷ്യലി? പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്നാടാ? 1/4πε0 പറയുന്ന ചാർജ് അല്ലെങ്കിൽ ആ ചോദിക്കുന്നയാളെ ചാർജ് ബൈ ചോദിക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരം അല്ലെ? അപ്പൊ ഇയാള് ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാ? എത്രയാ? വീണ്ടും എത്രയാ? 1/4πε0. അവിടെ ഈ ചെറിയോന്റെ ചാർജ് Q. ഈ ചെറിയോൻ എന്താണ്? ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ആണ് നമുക്ക് വേണ്ടത്. അതെത്രയാ? Q ബൈ. അല്ലയോ ബുദ്ധിമാന്മാരെ, ഈ ചെറിയോയെ ഈടി ഉണ്ടാക്കുന്നത് ചോദിച്ചേ, ഈ R ദൂരത്തിൽ ഉണ്ടാക്കുന്ന ചോദിച്ചേ? എടാ ചെറിയോയെ ഈ ക്യാപിറ്റൽ R ദൂരത്ത് എത്ര ഉണ്ടാക്കുമെന്നല്ലേ ചോദിച്ചേ? അപ്പൊ ഇക്വേഷൻ Q ബൈ ക്യാപിറ്റൽ R. ഓക്കെ അല്ലേ? ഒന്നും കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്ത് എഴുതിക്കോ. ടേം ഒരുമിച്ച് അങ്ങ് എഴുതാം. B of R equal to 1/4πε0. കോമൺ ആണ്. കോമൺ ആണെങ്കിൽ പുറത്തെടുക്കാം. അതിനാണ് ബ്രാക്കറ്റിൽ ആരൊക്കെ ഉള്ളത്? Q ബൈ ക്യാപിറ്റൽ R പ്ലസ് Q ബൈ എന്താണ്? ക്യാപിറ്റൽ R. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. എന്നാ അടുത്ത സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ താഴെ എഴുതിയ വന്നാലേ പൊട്ടൻഷ്യൽ ഓഫ് ദ inner metallic conductor അല്ലെ metallic sphere അല്ലെ കണ്ടക്ടർ എഴുതിപ്പോയാൽ കുഴപ്പമില്ല. കണ്ടക്ടർ ഈസ്. മനസ്സിലാകാൻ വേണ്ടി ഞാൻ എന്തെഴുതി? V of small r എന്ന് എഴുതി. ബുദ്ധിയുള്ളവർക്കാണ് ഇപ്പം തന്നെ ഉത്തരം കിട്ടും. ഇടിയുള്ള പൊട്ടൻഷ്യലാണ്. അപ്പോ ഇയാളെ സ്വന്തം പൊട്ടൻഷ്യലും നമ്മളെ സ്പിയറിന് എന്തുണ്ടേനു? അതിന്റെ സർഫസിലെ അതേ പൊട്ടൻഷ്യലാണ് ഇൻസൈഡ് ആയിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടാക്കുക അല്ലെ? ഓളോസ്ഫിയർ എന്ന് പറയുമ്പോ അതിന്റെ പൊട്ടൻഷ്യൽ സർഫസിലും ഇൻസൈഡ് എല്ലാ സ്ഥലത്തും എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും ഉത്തരം എഴുതാൻ പറ്റുമോ? പൊട്ടൻഷ്യലി വീണ്ടും 1/4πε0. ഓക്കെ ഹലോ ഫൈൻ. എന്തോ ഒരു ചെറിയ മാറ്റം ഉണ്ടല്ലോ. ഓക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാ. നീ ഇപ്പൊ ചെയ്ത പ്രകാരം രണ്ടും ഒരാൾ ഉണ്ടാക്കുന്ന പോലെയുള്ളത്. രണ്ടും ഒരാൾ ഉണ്ടാക്കൂല എന്തായാലും. ഒരാളെ കയ്യിൽ വലിയ ചാർജും ഒരാളെ കയ്യിൽ ചെറിയ ചാർജുമാണ്. അവിടെ നമുക്ക് നോക്കാം. ഇയാളെ സ്വന്തം പൊട്ടൻഷ്യൽ എത്രയാ മക്കളെ? സ്വന്തം പറയുന്നതിനെന്താ അതന്നെ സ്വന്തം പറയുന്നതിനെന്താ കുഴപ്പോ? എന്റെ മക്കളെ അതന്നെ ആരൊക്കെയോ കുറെ ശരിയുണ്ട്, ആരൊക്കെയോ മാറ്റി പറയുന്നുണ്ട്. ശ്രദ്ധിക്കണേ. ആരൊക്കെയോ ശരിയാണ്, ഇപ്പം വരുന്നില്ല. ശരിയാണ്. ഇയാളെ സ്വന്തം പൊട്ടൻഷ്യൽ 1/4πε0 ചെറിയ ചാർജ് ബൈ അതിന്റെ സ്വന്തം റേഡിയസ് R. പിന്നെ പറഞ്ഞ എന്താണ്? നമ്മളെ വലിയ സ്പിയർ അയാൾ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഇനി എല്ലാ സ്ഥലത്തും എന്താണ്? സെയിം ആണ്. അതെത്രയാ? സർഫസിൽ എത്രയാണോ? 1/4πε0 Q/R.
അതുകൊണ്ട് ഇവിടെ എത്ര തന്നെ വരുക 1/4πε0 ക്യൂബ് ബൈ ക്യാപിറ്റൽ ആർ. സെപ്പറേറ്റ് ചെയ്തെന്നില്ല, ഇവിടെ തന്നെ ഞാൻ അങ്ങ് എഴുതുക. കുഴപ്പം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ലല്ലോ? ഓക്കെ ആണോ? പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പൊ പറ. ഇയാളെ സ്വന്തം പൊട്ടൻഷ്യൽ 1/4πε0 ക്യൂബ് ബൈ ആർ. ഇനി ഹോളോസ്ഫിയർ എന്താണ്? ഇൻസൈഡ് ആകുമ്പോ ദൂരം ഒന്നും നോക്കൂല, അതിന്റെ സർഫസിലെ അതേ വാല്യൂ ഉണ്ടാവും. അത് എത്രയാണ്? 1/4πε0 ക്യാപിറ്റൽ ക്യൂബ് ബൈ ക്യാപിറ്റൽ ആർ. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം, അല്ലെങ്കിൽ വീണ്ടും പറയാം. ഓക്കെ, ആർക്കും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ? ഓക്കെ, ഡയഗ്രം എല്ലാവരും വരച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാനൊന്ന് വായിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് പൊട്ടൻഷ്യൽ വ്യത്യാസം നോക്കണം. ഇവിടുന്ന് എങ്ങോട്ടാണ് ചാർജ് ഫ്ലോ ചെയ്യാൻ നോക്കണം. ഓക്കെ, അതിനോട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാല് ചെയ്യുന്നൊരു പരിപാടി വി ഓഫ് ആർ, ഓക്കെ, മൈനസ് വി ഓഫ് ക്യാപിറ്റൽ ആർ എന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഇതിന്റെ വാല്യൂ അഥവാ പോസിറ്റീവ് കിട്ടുവാണെങ്കിൽ അതിന്റെ അർത്ഥം ഇയാള് പോസിറ്റീവും, ബാറ്ററിന്റെ പറയുന്ന പോലെ ഇയാള് പോസിറ്റീവാണ്, വലിയ പൊട്ടൻഷ്യലാണ്, ഇയാള് അതിനക്കടിയും കുറഞ്ഞ പൊട്ടൻഷ്യലാണ്. അങ്ങനെയാണ് ചാർജ് എന്ത് ചെയ്യും? ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്നു പറയാം. ഇതിന് ഉത്തരം പോസിറ്റീവ് കിട്ടുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കണ്ടേ. കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യും? ആ ചെറുതിന്ന് വലുതിലേക്ക് എന്ത് ചെയ്യും? ചാർജ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? അങ്ങ് കൊടുക്കും. ആ വലുതെന്ത് ചെയ്യും? കിട്ടുന്ന മൊത്തം അതിന്റെ സർഫസിലായിട്ട് എന്ത് ചെയ്യും? നല്ല വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്യും. അതാണ് നമുക്ക് വേണ്ടത്. ഇത് കിട്ടൂന്നൊന്ന് നോക്കണം. ഒന്ന് മൈനസ് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ, അതിനെല്ലാം ബുദ്ധിയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയാ 1/4πε0 എല്ലാം കോമൺ ആണ്. എന്നിട്ട് ഒന്ന് കുറച്ച് നോക്കിയാ 1/4πε0 കോമൺ ആണ്. രണ്ട് ടേമിലും കോമൺ ആണ്. ബ്രാക്കറ്റിൽ 4 ടേം ഉണ്ടാവും. 1, 2, 3, 4. രണ്ടാമത്തെ മൈനസ് ആണ്. ഒന്ന് കുറച്ചാട്ടെ. വേഗം കുറക്ക്. എടാ അലോകെ, അങ്ങനെ ഒന്നും ചെയ്യണ്ടടാ, ചെറുങ്ങനെ ചെയ്യടാ. അത്ര സമയത്ത് അലോകെ, അതിന്റെ അപ്പുറം പോണ്ട. കുറച്ചേരം കിട്ടിയ മക്കളെ. 1/4πε0 എന്തായാലും നമുക്കറിയാം ക്യൂബ് ബൈ ആറും ക്യാൻസൽ ആവും. ഞാൻ എഴുതണോ? എഴുതണ്ടിക്ക് എഴുതാം, കുഴപ്പമൊന്നുമില്ല. എന്താ എഴുതുക? ക്യൂബ് ബൈ ആറ് പ്ലസ് ക്യാപിറ്റൽ ക്യൂബ് ബൈ ആറ് മൈനസ് ക്യാപിറ്റൽ ക്യൂബ് ബൈ ആറ് മൈനസ് സ്മോൾ ക്യൂബ് ബൈ ക്യാപിറ്റൽ ആർ. അതാ മോനെ പോന്ന ക്യൂബ് ബൈ ആറും പോയി. രണ്ട് ടേമില് ക്യൂ ഉണ്ടല്ലേ കോമൺ ആയിട്ട്. എന്നാ കോമൺ ഉണ്ടെങ്കിൽ പുറത്തെടുത്തൂടെ? ഓനെയും കൂടി ഇങ്ങ് പുറത്തെടുത്ത് അതിനാണ് ക്യൂബ് ബൈ 4πε0 ഞാൻ എന്ത് എഴുതിയേച്ച് 1/r മൈനസ് 1/R. ആരപ്പ വലിയ പൊട്ടൻഷ്യല്? അയ്യോ, ഇങ്ങനെയെല്ലാം കിട്ടിയാ പറയാൻ പറ്റുവാ ഇയാള് വലിയ പൊട്ടൻഷ്യലാണ്, ഇയാള് ചെറുതാന്നെല്ലാം പറയാൻ പറ്റുവാ? ഇത് ഇതിന്റെ ഉത്തരം അറിഞ്ഞാൽ മതി അല്ലേ, അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന്. അറിയുന്നൊരു കാര്യം എന്താണ്? 6 എന്ന് പറയുന്നത് മച്ച് ഗ്രേറ്റർ ദാൻ എന്താണ്? സ്മോൾ ആർ. എടാ 1/r അല്ലടാ. അപ്പൊ 1/r എന്ന് പറയുന്നത് എന്താണ്? 1/small r ആയിട്ട് പറയുമ്പോ എന്താണ്? മച്ച് ലെസ് ആണ്. 100 സെന്റിമീറ്ററും 1 സെന്റിമീറ്ററും
1/100 എന്ന് പറയുന്നതും 1/1 എന്ന് പറയുന്നതും. ഇത് വലുതാണെങ്കിൽ അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വി ഓഫ് ആർ ആരാക്കണേയും വലുതാണ്. വി ഓഫ് ക്യാപിറ്റൽ ആറിനാക്കണേയും വലുതാണ് അല്ലെ. അപ്പൊ വി ഓഫ് ആർ മൈനസ് വി ഓഫ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? സിമ്പിൾ ആയിട്ട് ഒരു വയർ വെച്ചിട്ട് ഈ മെറ്റാലിക് കണ്ടക്ടറിനെയും ഈ വലിയ സാധനത്തിനെയും കണക്ട് ചെയ്താൽ ചാർജ് എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് ഈ മെറ്റാലിക് സ്ഫിയറിന്ന് എടുത്തേക്ക് പോവും, ഈ വലിയ സ്ഫിയറിലേക്ക് എന്തായാലും പോവും. വലിയ സ്ഫിയറിന്റെ പൊട്ടൻഷ്യൽ എത്ര ആയിക്കോട്ടെ, എത്രയായാലും ഇയാൾക്ക് പ്രശ്നമില്ല. ഇയാൾ എന്ത് ചെയ്യും? ഈ ചെറിയോയെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? ചാർജ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നതാണ് ഇവിടുത്തെ ഐഡിയ. ഓക്കെ ആണോ? അതുകൂടി അങ്ങ് എഴുതട്ടെ. ഫിനിഷായോ? ഓക്കെ, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോ എഴുതാത്തവര് ഈ 3 സ്റ്റെപ്പ്. ഓക്കെ സർ, ഇതിന്റെ കോൺസെപ്റ്റ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യൂ. ഏതാ മോളെ? സർ, ഇതിന്റെ കോൺസെപ്റ്റ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യൂ. ഈ പറഞ്ഞ സാധനമാണോ? സർ, ഈ ടോട്ടൽ കോൺസെപ്റ്റ്. അത് അതിന്റെ സാധനം വന്നിട്ടില്ല. ഇത് ജസ്റ്റ് അതിന്റെ തിയറിയിലുള്ള ഒരു ചെറിയ കഷ്ണം മാത്രമാണ്. ആ തിയറിയിൽ വരുന്ന ചെറിയൊരു സാധനമാണ്. അതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞില്ലേ? ഒരു സാധനം നമ്മളവിടെ വിട്ടിട്ടില്ലേ? ആ വിട്ട സാധനത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് ശരിക്കിത്. ഓക്കെ സർ. അതായത് വലിയ സ്ഫിയറിന്റെ അകത്തായിട്ട്, ഒരു ഹോളോ സ്ഫിയറിന്റെ അകത്തായിട്ട് ഒരു മെറ്റാലിക് കണ്ടക്ടർ വെച്ച് ആ രണ്ടുപേരും തമ്മിൽ ഒരു വയർ വെച്ച് കണക്ട് ചെയ്താല് ഈ ചെറിയ മെറ്റാലിക് സ്ഫിയറിന്ന് വലിയ സ്ഫിയറിലേക്ക് ചാർജ് കണ്ടിന്യൂസ് ആയിട്ട് പോകും. അങ്ങനെയുള്ള ചാർജിനാ ഈ വലിയ സ്ഫിയർ എന്ത് ചെയ്യും? നല്ല യൂണിഫോം ആയിട്ട് വൃത്തിയായിട്ട് എന്ത് ചെയ്യും? അതിന്റെ മേല അറേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് നമുക്ക് പറയേണ്ടത്. അതിന്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നേ ഉള്ളൂ. നമ്മൾ ചോദിച്ചില്ലേ ചെറുതുനിന്ന് വലുതിലേക്ക് പോകുമെന്ന് ചോദിച്ചാല് അതിന്റെ ഉത്തരമാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ ചോദിക്കും ലാസ്റ്റ് അങ്ങനെയാണോ അല്ലെ തിരിച്ച് ഇങ്ങോട്ടായിക്കൂടെയും ചോദിക്കൂലേ? അതിനുള്ള ഉത്തരമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഇനി അതിന്റെ കാര്യം പറയണം അത്ര. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താഴെ എഴുതി വെച്ചോ. ദാറ്റ് ഈസ് if a wire is connected between metallic sphere and hollow sphere, commit എഴുതുക. charges continuously flows from metallic sphere to hollow sphere, ഒരു ടേമും കൂടി, ഇതാണ് ഇതിന്റെ ഹൈലൈറ്റിംഗ് ടേം. irrespective of the potential of hollow sphere.
ഇനി നമുക്ക് ആ പ്രിൻസിപ്പിൾ അങ്ങ് പറയാ. ഈ പറഞ്ഞ സാധനം തന്നെയാണ് പറയേണ്ടത്. ആ പ്രിൻസിപ്പിളിൽ വരുന്ന ടേം ഇതാണ്. ഈ ടേം തന്നെ പറഞ്ഞോ. അതായത് നമ്മളെന്താ മെറ്റാലിക് കണ്ടിട്ട് ഒരു ഒളോസ്ഫിയറുമായിട്ട് ഇന്റേണൽ കോണ്ടാക്ട് വെച്ചാല് ചാർജസ് എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യും വിത്തൗട്ട് കൺസിഡറിങ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഒളോസ്ഫിയർ. കുഴപ്പമില്ലല്ലോ. ഈ ടേം ആണ്. എഴുതിയ ടേം ഒന്ന് റിവേഴ്സ് ചെയ്ത് എഴുതണം. അതാണ് അവിടെ സംഭവിക്കുന്ന കാര്യം. ഓക്കെ, താഴെ എഴുതിയ ഷോ താഴെയല്ല, നേരത്തെ സ്പേസ് വിട്ട 7 കോളം വിടാം, 7 ലൈൻസ് വിടാൻ പറഞ്ഞ ആ സ്ഥലത്ത് ഫിറ്റ് ചെയ്തോ, എഴുതിയ ഷോ. If a small metallic sphere if a small metallic sphere if a small metallic sphere is made in internal electric contact, internal electric contact internal electric contact with the large hollow sphere 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 then electric charges continuously flows from electric charges continuously flows from metallic sphere to the holosphere, metallic sphere to the holosphere, metallic sphere to the holosphere. നേരത്തെ പറഞ്ഞ ആ ടേം വീണ്ടും ഒന്ന് ഫിറ്റ് ചെയ്തോ. ഇറസ്പെക്റ്റീവ് ഓഫ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഹോളോസ്ഫിയർ, irrespective of the potential of holosphere. Okay, Van de Graaff generator നമ്മളൊന്ന് ഡയഗ്രാമാറ്റിക് ആയിട്ട് കാണിക്കുവാണ്. വലിയ മുഞ്ചൊന്നും ആക്കുന്നില്ല. ഓക്കെ, പുറത്തെല്ലാം കുറച്ച് സാധനം വരുവേ. ഓക്കെ, പുറത്ത് കുറച്ച് സാധനം വരും. അതുകൊണ്ട് കുറച്ച് വലുതാക്കി സ്പേസ് വിട്ടിട്ട് വരച്ചോ, സെൻട്രലാക്കിയിട്ട് വരച്ചോ. ഒരു സൈഡ് കൊണ്ടുപോയിട്ട് ഒപ്പിക്കണ്ട. ഓക്കെ, ഒരു കവറിങ്ങും കൂടി വരും ഇതിനകത്ത്. ഓക്കെ, ഒന്ന് ഫാസ്റ്റ് ആയിട്ട് വരച്ചോ മക്കളെ. ഇവിടെ ഒരു പുള്ളി ഉണ്ട്. പുള്ളി അതേപോലെ തന്നെ താഴെയും ഒരു പുള്ളി ഉണ്ട്. ഇത് എടുത്തു കഴിഞ്ഞായിരിക്കൂലേ, പ്രശ്നം ഉണ്ടാവില്ലല്ലോ. പുള്ളിക്ക് വേണ്ടി ഒരു പേര് കൊടുക്കുക. വലിയ പുള്ളിയാണ്. ഓക്കെ, ഇന P2 എന്ന് വിളിക്കാം. ഓക്കെ, ഇന P1 എന്ന് വിളിക്കാം. ഇടക്കുള്ള സാധനം വരുവേ. ഓക്കെ, എവിടെയായിട്ട് നമ്മൾ വെക്കുന്നത് ഒരു കോമ്പാണ്, ഒരു ചെറുപ്പ് പോലത്തെ സാധനം. ഓക്കെ,
അത് നമ്മൾ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പേര് കൊടുത്തത് HVR എന്നാണ്. അത് നമുക്ക് സൈഡിൽ എന്താന്ന് എഴുതി വെക്കാം. ഹൈ വോൾട്ടേജ് റെക്ടിഫയർ എന്നാണ് പറയുക. ഇതിന്റെ വോൾട്ടേജ് ഉണ്ടാവുക ഒരു 500 മുതൽ 2000 വോൾട്ട് വരെയാണ് ഇതിന്റെ വോൾട്ടേജ് ഉണ്ടാവും. അതിന്റെ ബാക്ക് സൈഡ് എർത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഓളോസ്പിയറിനെ ചാർജിനെ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വീണ്ടും ഒരു കോമ്പുണ്ട്. ആദ്യത്തെ കോമ്പിന ചാർജിന അങ്ങോട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇനി നമ്മൾ വിളിക്കുക സ്പ്രേ കോമ്പ് എന്നാണ് വിളിക്കുക. സ്പ്രേ കോമ്പ്. മറ്റൊരു ചാർജിനെ പിടിക്കുന്ന കോമ്പ് ആയതുകൊണ്ട് ഓനെ നമ്മൾ വിളിക്കുക കലക്ടർ കോമ്പ് എന്നാണ് ഓനെ വിളിക്കുക. ചാർജിനെ കലക്ട് ചെയ്യുന്ന കോമ്പ്. വെറുതെ ചാർജിനെ അങ്ങോട്ട് എടുത്തു പോവില്ല. ഈ ബെൽറ്റ് എന്ത് ചെയ്യണം? തിരിയണം. ആ തിരിയേണ്ട കൊണ്ട് ഈ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്നു. എപ്പോഴും തിരിക്കുന്ന സാധനം എന്താണ്? ഒരു മോട്ടർ. മോട്ടറെല്ലാം നല്ല മുഞ്ചായിട്ട് വരക്കുന്നുണ്ട്, വരച്ചോ കുഴപ്പമില്ല. ഒരു മോട്ടർ. ഓക്കെ, ഒരു മോട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോറി, ആ മോട്ടറുമായിട്ട് കണക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഈ ബെൽറ്റ് എന്ത് ചെയ്യും? അവിടെ തിരിയുന്നുണ്ട്. ആ ബെൽറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണയായിട്ട് റയോൺ അല്ലെങ്കിൽ സിൽക്ക് എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ്. ഓക്കെ, ഈ തിരിയുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 100 km/h. ആ റേഞ്ചിലാണ് ഇതിന്റെ സ്പീഡ് ഉണ്ടാവുക. നല്ല ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇതിന്റെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഭാഗത്തിനാ നമ്മൾ വിളിക്കുന്ന പേര് ഡോം എന്നാണ് വിളിക്കുക. ഡോം. ഓക്കെ, ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. എത്രയേ ഉള്ളൂ. ഒരു സാധനം കൂടി വരാനുണ്ട്, ഒരു പെട്ടി പോലത്തെ സെറ്റപ്പ്. ഓക്കെ, ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ വരച്ചാൽ മതി. ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു സ്റ്റീലിന്റെ ചേംബർ വരും. അത് എന്തിനാന്ന് പറയാ, ആപ്ലിക്കേഷൻ പറയുമ്പോൾ പറയാം. ഒരു ബോക്സ് പോലത്തെ സെറ്റപ്പിലാണ് ഇത് ഉണ്ടാവുക. നമ്മളതിന്റെ പാർട്സ് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു വർക്കിംഗ്, അതിന്റെ ചെറിയ ചെറിയ കാര്യം അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇന്ന സാധനങ്ങൾ ഉണ്ട് എന്നൊന്നും പറയുന്നില്ല. ഇനി പറയണ്ടല്ലോ. കോമ്പുണ്ട്, 2 കോമ്പുണ്ട്, 2 പുള്ളിയുണ്ട്, ബെൽറ്റ് തിരിയുന്നുണ്ട് അല്ലെ, ബാറ്ററി ഉണ്ട്, എർത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, അപ്പുറം തിരിക്കാൻ ഒരു മോട്ടർ ഉണ്ട്, മേലെ വട്ടത്തിലൊരു ഡോം ഉണ്ട്. അതൊന്നും പറയണ്ടല്ലോ, പറയുന്നില്ലേ. പറഞ്ഞോട്ടെ, ഡയഗ്രാം കഴിഞ്ഞെങ്കിൽ ഒരു എസ് ഇടുക. ഓക്കെ, ഇവിടെ ചെറിയൊരു സാധനം കൂടി ശരിക്ക് വരാനുണ്ട്. അതായത് ഇവിടെ വണ്ടിക്കൽ ഇങ്ങനെ ചാർജിനെ കൾട്ട് ചെയ്തിട്ട് വിടാൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടിക്ക് വരക്കാം. ഇവിടെ ഒരു ഡിസ്ചാർജ് ട്യൂബ് ഉണ്ടാവും. ഓക്കെ, സ്ഥലമുള്ളവരുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു അത് വണ്ടിക്ക് വരക്കാം, നിർബന്ധമൊന്നുമില്ല. ആ ഡിസ്ചാർജ് ട്യൂബ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ചാർജസിനെ സെൻഡ് ചെയ്തിട്ട് നമ്മൾ ടാർഗറ്റ് ഇല്ലേ, ഇവിടെ ഒരു ടാർഗറ്റ് ഉണ്ടാവും. അതായത് ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്യിക്കുന്ന പരിപാടിയൊക്കെയാണ് നടക്കുക. വലിയ എനർജി ഉള്ള പ്രോട്ടോൺസ്, അതേപോലെ ഹീലിയം ന്യൂക്ലിയസ്, ആൽഫ പാർട്ടിക്കിൾസ്, ന്യൂട്രോൺസ്, ഇതെല്ലാം വെച്ചിട്ട് ഇവിടെ ഒരു ടാർഗറ്റ് ഉണ്ടാവും. അതുമായിട്ട് ഇടിച്ചിട്ട് അതിനെ കഷ്ണാക്കുന്ന പരിപാടി ഇല്ലേ, ഇവിടെ ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും പോലത്തെ പരിപാടി ഇല്ലേ, അതേപോലത്തെ പരിപാടിക്കാണ് ഇതിനെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ആ ചാർജിനെ ഇവിടുന്ന് കളക്ട് ചെയ്യും, ഈ ഭാഗത്ത് വെച്ച് കളക്ട് ചെയ്തിട്ട് ആ എനർജിയുള്ള ചാർജിനെ പായിപ്പിക്കും. ഇനി നമ്മൾ വിളിക്കുക, ഈ ചാർജിനെ കളക്ട് ചെയ്ത് വിടുന്ന ഇനി നമ്മൾ വിളിക്കുന്ന പേര്, സ്ഥലം ഇല്ലെങ്കിൽ വരക്കണ്ട, കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജ് ട്യൂബ് എന്ന് വിളിക്കും. ഡിസ്ചാർജ് ട്യൂബ്. അതുവഴിയാണ് വലിയ പൊട്ടൻഷ്യൽ ഉള്ള വലിയ എനർജിയുള്ള ചാർജിനെ ഇങ്ങോട്ട് സെൻഡ് ചെയ്തിട്ട് ടാർഗറ്റുമായിട്ട് എടുപ്പിക്കുക. അതിന്റെ മേലെ തന്നെയാണ് സെൻഡ് ചെയ്യിക്കുക, അതിന്റെ അകത്തായിട്ട് കാണിക്കുന്നതാണ്.
ഓക്കെ. സംഭവം വേഗം കഴിയേ. ഞാൻ വേണ്ട കാര്യം മാത്രമേ പറയുന്നുള്ളൂ. വെറുതെ ഇതിനൊക്കെ കുറെ സമയം കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഓക്കെ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇതിന്റെ പോസിറ്റീവ് ടെർമിനൽ ഇതാണ്, നെഗറ്റീവ് ആണ് എർത്ത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കണേ, വേഗം പറഞ്ഞങ്ങ് പോവാണേ. മെല്ലെ എന്താണ് ഇയാളെ മെല്ല എന്ത് ചെയ്യാണ്, ഇതിനാ പോസിറ്റീവായിട്ട് അങ്ങ് സെറ്റ് ചെയ്യാണ്. ഓക്കെ, എന്താണ് ആ സ്പ്രേ കോമ്പിന്റെ അറ്റത്തായിട്ട് പോസിറ്റീവ് ചാർജുകൾ വന്നിട്ട് എന്ത് ചെയ്യാണ്, അക്യുമുലേറ്റ് ചെയ്യാണ്. ആ പോസിറ്റീവ് ചാർജുകൾ എന്ത് ചെയ്യുന്ന വെച്ചാല് എയറിനെ അയണൈസ് ചെയ്യിക്കും. അപ്പൊ എയറിനെ അയണൈസ് ചെയ്യിക്കും വെച്ചാല് എയറിന് എന്താക്കുന്ന വെച്ചാല് പോസിറ്റീവും നെഗറ്റീവും ഉള്ള അയോൺസുകളാക്കിയിട്ട് അങ്ങ് മാറ്റും. കുഴപ്പമില്ലല്ലോ. അങ്ങനെ എയർ പോസിറ്റീവും നെഗറ്റീവും ആയി മാറുന്നതിന്റെ ഭാഗമായിട്ട് ഈ നെഗറ്റീവിനെല്ലാം ഇയാള് അട്രാക്ട് ചെയ്താൽ പോസിറ്റീവിന് എന്ത് ചെയ്യും, അങ്ങോട്ട് പുഷ് ചെയ്യും. അതാണ് ശരിക്ക് സ്പ്രേയിങ് ഓഫ് ചാർജിങ് അല്ലെ സ്പ്രേ ഓഫ് ചാർജസ് എന്ന് പറയുന്നത്. എയറിനെ അയണൈസ് ചെയ്യുന്നു, പോസിറ്റീവും നെഗറ്റീവും അയോൺസ് ഉണ്ടാവും. നെഗറ്റീവിന് ഇയാള് വലിച്ചാടിയും പോസിറ്റീവിനെ റിപ്പൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആ പോസിറ്റീവ് എന്ത് ചെയ്യും, ഈ കറങ്ങുന്ന ബെൽറ്റിലേക്ക് മെല്ലെ അങ്ങ് കയറും. ഓക്കെ, ഈ ബെൽറ്റിലേക്ക് കയറിയിട്ട് മെല്ല ഇവിടേക്ക് എത്തിച്ചേരും. ഇവിടെ എത്തുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാണ്, നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പരിപാടി. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ കാരണം എന്ത് സംഭവിക്കുന്ന വെച്ചാല് ഇതുമല്ല ഒരു നെഗറ്റീവായിട്ട് മാറും നമ്മളെ കോമ്പ് എന്ന് പറയുന്നത്. ആ കോമ്പിന്റെ ഈ സൈഡ് എന്ന് പറയുന്നത് മെല്ലെ എന്തായിട്ട് മാറുന്ന വെച്ചാല് പോസിറ്റീവായിട്ട് മാറും. ശ്രദ്ധിക്കണേ, അതായത് ഈ സ്പിയറിനെയാണ് ഇയാള് പോസിറ്റീവ് ആക്കുക. ഇവിടെ എത്തിയ പോസിറ്റീവ് അയണുകൾ കൊണ്ട് കോമ്പ് എന്തായി, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ വഴി ഇയാള് നെഗറ്റീവായിട്ട് മാറി. ഈ ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ് എന്തായിട്ട് മാറി, ആ പോസിറ്റീവായി. അതായത് ബാക്ക് സൈഡ് എന്ന് പറയുന്നത് എവിടെയുള്ളത്, നമ്മുടെ സ്പിയറിന്റെ മേലെയാണ്. ആ സ്പിയർ മെല്ലെ എന്തായിട്ട് മാറി, പോസിറ്റീവായിട്ട് മാറി. ശ്രദ്ധിക്കണേ, അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു വലിയ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് വീണ്ടും എന്ത് ചെയ്യും, ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എയറിനെ അയണൈസ് ചെയ്യും. എയറിനെ അയണൈസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും, എയർ പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് മാറും. എയർ പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് മാറും. പിന്നെ എന്താ സംഭവിക്കുക, പോസിറ്റീവ് നെഗറ്റീവ് ആയാലേ ആ നെഗറ്റീവിന് എന്ത് ചെയ്യും, അങ്ങോട്ട് പുഷ് ചെയ്യും. നെഗറ്റീവ് അല്ലേ, നെഗറ്റീവിനെ പുഷ് ചെയ്യും. ആ നെഗറ്റീവ് ഈ പോസിറ്റീവ് പോയിട്ട് എന്ത് ചെയ്യും, അങ്ങ് ന്യൂട്രലൈസ് ആവും. ബാക്കിയുള്ള പോസിറ്റീവ് എന്ത് ചെയ്യും, മെല്ലെ ഇവിടെ വന്നിട്ട് ഈ നെഗറ്റീവിനെ എന്താക്കും, ന്യൂട്രലൈസ് ചെയ്യും. കത്തിയിട്ടുണ്ടോ, കത്തീനെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഇത്രയൊന്നും ആലോചിക്കാനില്ല, ഈ ചാർജിങ്ങിന്റെ പരിപാടിയാണ് ശരിക്കും പറയുന്നത്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് എന്താണ്, ഈ പോസിറ്റീവ് ശരിക്കും ഇങ്ങോട്ട് പോകൂല. ഈ ഇൻഡക്ഷൻ വഴി ഉണ്ടാകുന്ന നെഗറ്റീവ് എന്ത് ചെയ്യും, ഇതിനാ തള്ളിവിടുന്നില്ലേ, ആ നെഗറ്റീവ് ഇതിനാ ന്യൂട്രലൈസ് ചെയ്യും. ഈ പരിപാടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതെന്താവും, ഓരോ സ്റ്റെപ്പിലും ആ കിട്ടുന്ന പോസിറ്റീവിനെ യൂണിഫോം ആയിട്ട് അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇനി എന്താക്കി മാറ്റും, വലിയ പൊട്ടൻഷ്യൽ ആക്കിയിട്ട് മാറ്റും. കത്തിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കത്തിയില്ല എന്ന് പറഞ്ഞ കുഴപ്പമില്ല. എന്തായാലും ഇത്ര വരെ എത്തിയില്ലേ, കുറച്ചൊരു 10 മിനിറ്റും കൂടി ഇരുന്നായി. കത്തീന യെസ് നോ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഓക്കെ എന്ന് പറയാം, ഒരേ എസ് ഇട്ടിട്ട് ആരെങ്കിലും പറയാം, എന്നാലും എനിക്ക് മനസ്സിലാവും. നോ ഓക്കെ, നോ ഓക്കെ, ഒന്നുകൂടെ പറയും. ഓക്കെ, നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല, പറയുമ്പോൾ ജസ്റ്റ് ഇത്രയേ പറയണ്ടു. എഴുതിയൊരു എന്താണ്
കൊറോണ ഡിസ്ചാർജ്, ഇവിടെ ഒരു കൊറോണ ഡിസ്ചാർജ്, അവസാനം എന്താണ് ആ കിട്ടുന്നതിനാ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മാത്രമേ ടെക്സ്റ്റ് പറയുന്നുള്ളൂ. ഞാനൊന്ന് അതിനെ കുറച്ച് വലുതാക്കിയാണ്. ഓക്കെ, ശ്രദ്ധിക്കണേ അങ്ങും ഇങ്ങൊന്നും പോരെ. ബിസ്ക്കറ്റ് എല്ലാം ബൈലുണ്ടെങ്കിൽ എടുത്തിട്ട് താഴെ വെച്ചോ, ശ്രദ്ധിച്ചാലേ കിട്ടൂ. ഓക്കെ, ശ്രദ്ധിച്ചാലേ കിട്ടുവേ. ഇത്രയൊന്നും വേണ്ട, നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറഞ്ഞാന്നേ ഉള്ളൂ. ഇവിടെയാണ് എപ്പോഴും സംശയം വരിക, ഇയാൾ എങ്ങനെയപ്പ പിടിക്കുക എന്നുള്ളൊരു സംശയം എപ്പോഴും ഉണ്ടാവും. സംഭവിക്കാൻ പോകുന്ന കാര്യം, ഇവിടെ എന്തുണ്ട്, ഒരു സ്പ്രേ കോംബ് ഉണ്ട്. ആദ്യത്തെ പരിപാടി എല്ലാവർക്കും അറിയുന്നതാണ്. ഇതെന്തായിട്ട് മാറി, പോസിറ്റീവായിട്ട് മാറി, ഇയാളും പോസിറ്റീവായിട്ട് മാറി. നമ്മൾ എന്താണ്, ആക്ഷൻ ഓഫ് പോയൻസ് എന്ത് ചെയ്യും, ഇയാള് എയറിന് എന്ത് ചെയ്യാണ്, പോസിറ്റീവ് നെഗറ്റീവായിട്ട് അയണൈസ് ചെയ്യാണ്. ആ പോസിറ്റീവ് നെഗറ്റീവായിട്ട് അയണൈസ് ചെയ്താല് ആ നെഗറ്റീവിനാ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യും, ഈ കോമ്പ് തന്നെ ന്യൂട്രലൈസ് ചെയ്യും. ആ പോസിറ്റീവിന് എന്ത് ചെയ്യും, പുഷ് ചെയ്യും. അത് മാത്രമേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളൂ. പാർട്ടിക്കിൾസ് ഓഫ് എയർ ഇൻ കോണ്ടാക്ട് വിത്ത് ദ പോയിന്റഡ് എൻഡ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് സ്പ്രേ അല്ലെങ്കിൽ റിപ്പൽ. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പോസിറ്റീവ് ചാർജുകളാണ് ഇങ്ങനെ മേലേക്ക് പോകുന്നത്. നമ്മൾ പറയാണ്ട് മുഖ്യൊരു കാര്യമുണ്ട്, ഇവിടെ ആരും കൂടി ഉണ്ടാകുന്നുണ്ട്. എയറിന് അയണൈസ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. ആ പോസിറ്റീവിനെ റിപ്പൽ ചെയ്ത് എന്ത് ചെയ്തു, ബെൽറ്റിലേക്ക് ആക്കി. ആ നെഗറ്റീവിന് എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ സ്പ്രേ കോംബ് എന്ത് ചെയ്യും, അങ്ങ് ന്യൂട്രലൈസ് ചെയ്യും. അതൊക്കെയാണോ? പോസിറ്റീവിനെ പുഷ് ചെയ്ത് വിടുന്നു, നെഗറ്റീവിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. അതൊക്കെ മെല്ലെ ഇവിടെ പോസിറ്റീവ് എത്തി. ഇവിടെ കുറേ പോസിറ്റീവ് എത്തുവാണ്. ഞാൻ കുറച്ചെണ്ണേ കാണിക്കുന്നുള്ളൂ, കുറേ എണ്ണം വരും. ഒരു പോസിറ്റീവ് അടുത്തെത്തി കഴിഞ്ഞാൽ ഈ കോംബ് എന്ത് ചെയ്യുന്ന വെച്ചാല് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ നടക്കും. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഫ്രണ്ട് സൈഡ് എന്തായിട്ട് മാറും, അത് ഇവിടെ തന്നെ വരച്ച കാണൂല, അതുകൊണ്ടാണ് ഞാൻ അവിടെ വരക്കാതെ. ഓക്കെ, ഫ്രണ്ട് സൈഡ് നെഗറ്റീവ് ആയിട്ട് മാറും. ബാക്ക് സൈഡ് എന്തായിട്ട് മാറും, പോസിറ്റീവ് ആയിട്ട് മാറും. ആ പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ സ്പിയറിനാണ് കിട്ടുക. അതൊക്കെയാണോ? പറ. ഓക്കെ, ഇനി ഇവിടെ ശരിക്കും നടക്കുന്ന കാര്യം ഇതാണ്. ഇവിടെ വലിയൊരു നെഗറ്റീവ് വരുന്നതിന്റെ ഭാഗമായിട്ട് വീണ്ടും എന്ത് ചെയ്യും, എയറിന അയണൈസ് ചെയ്യും. അത് കത്താൻ കുറച്ച് പണിയാണ്, ശ്രദ്ധിക്കണേ. എയറിന അയണൈസ് ചെയ്യും. എയറിലെ നെഗറ്റീവിന് എന്ത് ചെയ്യും, ഇയാള് റിപ്പൽ ചെയ്യും. എയറിന് അയണൈസ് ചെയ്ത് പോസിറ്റീവ് ഉണ്ടാവും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ നടക്കുക. നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. നെഗറ്റീവിന് വീണ്ടും കൊറോണ ഡിസ്ചാർജ്. അങ്ങനെ കൊറോണ സ്പ്രേ ഉണ്ടാക്കുന്ന നെഗറ്റീവിനാ ഈ പോസിറ്റീവ് എന്ത് ചെയ്യും, പിടിച്ചിട്ട് ക്യാൻസൽ ആക്കും. ഓക്കെ, സോറി, ഈ പോസിറ്റീവ് ആ നെഗറ്റീവിനെല്ലാം പിടിച്ചിട്ട് എന്തായിക്കോളൂ, ക്യാൻസൽ ആയിക്കോളൂ. ബാക്കിയുടെ പോസിറ്റീവ് ഉണ്ടാവൂലേ, ബാക്കി എയറിന് അയണൈസ് ചെയ്താൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. ആ നെഗറ്റീവിനാ ഈ ബെൽറ്റിന്റെ വരെയുള്ള പോസിറ്റീവ് ന്യൂട്രലൈസ് ചെയ്യും. ഈ സ്പ്രേ ചെയ്യുന്ന നെഗറ്റീവിനാ. പോസിറ്റീവിനെ ആര് ക്യാൻസൽ ചെയ്യും, നമ്മളെ കോമ്പിന്റെ മേലെയുള്ള നെഗറ്റീവ് അയോൺസ് എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും. കത്തീന ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഓക്കെ, ഇത് നേരെ ഓപ്പോസിറ്റ് ഇവിടെ നടക്കും. ഇവിടെ നെഗറ്റീവിനെ പിടിച്ച് ക്യാൻസൽ ആക്കും, പോസിറ്റീവിനെ തള്ളും. ഇടിയോ, പോസിറ്റീവിനെ പിടിച്ച് ന്യൂട്രലൈസ് ചെയ്യും, നെഗറ്റീവിനെ തള്ളിയിട്ട് ബെൽറ്റിന്റെ മേലത്തെ പോസിറ്റീവിനോട് പറയും ന്യൂട്രലൈസ് ചെയ്തു എന്ന് പറയും. ഓക്കെ,
അങ്ങനെ ഈ സ്റ്റെപ്പ് വീണ്ടും നടക്കുവാണ്. ഇവിടെ ഒന്നുമില്ലാണ്ടായി, ഈ ക്യാൻസലായി, വീണ്ടും പോസിറ്റീവ് വരുന്നു, വീണ്ടും ഒരു 4 എണ്ണത്തിനെ കിട്ടുന്നു. ആ സ്പിയർ എന്ത് ചെയ്തോളൂ, ഇങ്ങനെ യൂണിഫോം ആയിട്ട് ഇങ്ങനെ ആ കിട്ടുന്നതിനുള്ള യൂണിഫോം ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇട പോസിറ്റീവ് ആക്കി. ഇതാണ് ശരിക്കും നടക്കുന്ന പരിപാടി. ഇത്രയൊന്നും പറയണ്ട, എനിക്കത് കത്തൂല എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തങ്ങ് പറഞ്ഞാൽ മതിയാണ്. അവര് പറയുമ്പോൾ ടെക്സ്റ്റ് പറയുമ്പോൾ ഇവിടെ ഒരു കൊറോണ ഡിസ്ചാർജ്, ഇവിടെ ഒരു കൊറോണ ഡിസ്ചാർജ്, ആ കിട്ടുന്ന ചാർജ് എന്താണ് മൊത്തം അങ്ങ് ഇതാക്കുന്ന മാത്രമേ പറയൂ. ഓക്കെ അല്ലേ? ഓക്കെ, എന്നാൽ ഒരു 2-3 കാര്യം കൂടി എഴുതിയിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം, അതങ്ങ് തീർക്കാലോ. ഓക്കെ, എഴുതുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അതിന്റെ കൂടെ തന്നെ അങ്ങ് പറയാം. ദ ഡോം ഈസ്, ദ ഡോം അടുത്ത ലൈനിൽ എഴുതിക്കോ, ഡയഗ്രത്തിന്റെ താഴെ. ദ ഡോം ഈസ് മെയ്ഡ് സോ സ്മൂത്ത്, so smooth, so that dome is made so smooth so that there is, അതിന്റെ പാർട്സ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ, അത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്നെല്ലാം പറഞ്ഞു കൊടുക്കണേ. എക്സ്ട്രീംലി സ്മൂത്ത് so that there is no accumulation of charges, there is no accumulation of charges, no accumulation of charges at any point on the hollow sphere. അതായത് ഏടി എന്തുണ്ടാകാൻ പാടില്ല, ഷാർപ്പാകാൻ പാടില്ല. വീണ്ടും എന്ത് ചെയ്യും, കൊറോണ ഡിസ്ചാർജ് ഉണ്ടായിട്ട് ചാർജ് കണ്ടിന്യൂസ് ആയിട്ട് സ്പ്രേ ആയിപ്പോ. അതുകൊണ്ട് നല്ല സ്മൂത്ത് ആക്കി വെക്കും. സ്മൂത്ത് എന്ന് വെച്ചാൽ എക്സ്ട്രീംലി സ്മൂത്ത്, പാരലബ്ലിന്റെ പരസ്യം പോലെയെല്ലാം വേണം. ഓക്കെ, അത്രയും സ്മൂത്ത് വേണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, പിടിച്ചോട്ട് എഴുതുക. there is an upper limit, there is an upper limit to which the potential of the there is an upper limit to which potential of the hollow sphere can be increased potential of the hollow sphere can be increased otherwise leakage of charges occurs in the form of spark. അതായത് എയർ എന്താവും, കണ്ടക്ടിങ് ആവും. ഈ മിന്നലൊക്കെ ഉണ്ടാകുന്ന പോലെ എന്താവും, അവിടെ നിന്ന് വരുന്നുള്ള സ്പാർക്ക് ഉണ്ടാവും. നമ്മൾ ടി വിയിലെല്ലാം കാണില്ലേ, ചില സിനിമയിലെല്ലാം ടിക് ടിക് നോട്ട് പോകുന്ന പോലെ ഇടയ്ക്ക് ഒരു സ്പാർക്ക് ഉണ്ടാവും. അതേപോലെ ഇടിയും ഇങ്ങനെ എയറിലേക്ക് ഇങ്ങനെ ചാർജ് ഇങ്ങനെ നോട്ട് പോകുന്നതാണ്. അതിനാണ് നമ്മൾ വീണ്ടും പൊട്ടൻഷ്യൽ കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ മുഴുവൻ സാധനത്തിനെയും എന്ത് ചെയ്യുന്ന വെച്ചാല് വലിയ പ്രഷറുള്ള ഒരു സ്റ്റീൽ ചേംബറിനകത്ത് ഇട്ട് വെക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് ചില ഗ്യാസസ് ഫില്ല് ചെയ്യും. നമ്മൾ ബൾബൊക്കെ ചെയ്യില്ലേ, പണ്ടത്തെ ബൾബ്, അതിൻ്റെ അകത്ത് എന്താണ് നൈട്രജനും ആർഗണും ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യും, അതിന്റെ ലൈഫ് കൂട്ടുന്ന പോലെ ഇവിടെ എന്ത് ചെയ്യും, ചില ഗ്യാസസ് ഇട്ടിട്ട് അതിന്റെ എന്ത് ചെയ്യും, വീണ്ടും പൊട്ടൻഷ്യൽ ഉയർത്തും, വലിയ എനർജിയുള്ള ചാർജിനെ ഉണ്ടാക്കും. ഓക്കെ, താഴത്തെ ലൈനിൽ എഴുതിക്കോ. To increase the potential further, to increase the potential further,
the whole apparatus enclosed in a steel chamber at a high pressure ബ്രാക്കറ്റിൽ എഴുതുക 15 ATM 15 ആണ് 15 ATM 15. ഓക്കെ, താഴെ എഴുതുക, തീർന്നേ. ദ commonly filled gases are nitrogen, freon, ammonia, etc. ഒരു ചെറിയൊരു കാര്യം കൂടി എഴുതിയിട്ട് സ്റ്റോപ്പ് ചെയ്തു അടുത്ത ലൈനിൽ. ദ എനർജി ഓഫ് ചാർജ് പാർട്ടിക്കിൾസ് in Van de Graaff generator are in the range of 6 mega electron volt to 8 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇപ്പോ 20 MeV ഒക്കെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യിക്കും വെച്ചാല് മൂവ് ചെയ്യിക്കും എന്താവും, അതിന്റെ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറും. വേണ്ടിക്ക് ചെറിയൊരു ടേം കൂടി പറയാം, അല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ചാപ്റ്റർ തീർന്നു. ഇനിയിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, മറ്റേ ഇത് തീർന്നോ? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫസ്റ്റ് തീർന്നോ? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് കംപ്ലീറ്റ് ആയാ? എവിടാ പറട്ടോ? ഇല്ല, എവിടെയെത്തി? ഫസ്റ്റ് ഇയറിലും കഴിഞ്ഞാ? നിങ്ങൾ ഇവിടെ വിക്ടേഴ്സിൽ ഏതെത്തി ചാപ്റ്റർ? ഓക്കെ, ഫസ്റ്റ് ഇയറും കഴിഞ്ഞ ഏകദേശം കഴിഞ്ഞു. ലാസ്റ്റ് ടൈം വിക്ടേഴ്സിൽ ഏതെത്തി? തേർഡ്, കറണ്ട് ആണോ? കറണ്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, എന്നാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ പ്രിന്റ് ചെയ്ത് തരാം, നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിൽ അയച്ചാൽ മതിയല്ലോ. ഓക്കെ, എന്നിട്ട് അന്നേരം ക്വസ്റ്റ്യൻ വേഗം ചെയ്യാം. എന്നിട്ട് നമുക്ക് മാഗ്നറ്റിസം തുടങ്ങാം. മാഗ്നറ്റിസം, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഓക്കെ, ഫൈൻ, താങ്ക് യു. താങ്ക് യു സാർ. ഓക്കേടാ, താങ്ക് യു. Thank you, sir. ഓക്കെ, Thank you, sir. Thank you, sir. ഓക്കെ മോളെ. Thank you, sir. ഓക്കെ, സാർ, പറഞ്ഞോ, ഒരു സംശയം. ചോദിച്ചോ. ആ മറ്റേ വാൻഡിഗ്രാഫ് ജനറേറ്ററിന്റെ മുകളിൽ കൈവെക്കുമ്പോ ഇല്ലേ, ആ മുടി നിവരുന്നത് എന്തുകൊണ്ടാ? എങ്ങനെ? ആ വാൻഡിഗ്രാഫ് ജനറേറ്ററിന്റെ മുകളിൽ കൈവെക്കുമ്പോ മുടി നിവരുന്നത്? മുടി നിവരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മോനെ, നമുക്ക് ആ ചാർജ് കിട്ടും നമ്മുടെ ബോഡിയിലേക്ക്. ഓട്ടോമാറ്റിക് ആയിട്ട് വലിയ എന്താണ് റെസിസ്റ്റൻസ് ഉള്ള സംഭവത്തിന് മേലെ കയറിയിട്ടാണ് അവർ വെക്കുക. അപ്പോ ഗ്രൗണ്ടിലേക്ക് ഫ്ലോ ചെയ്യൂല. അപ്പൊ നമ്മൾ ഈ മുടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓരോ മുടിക്കും എന്ത് ചെയ്യുന്ന വെച്ചാല് പോസിറ്റീവ് ആണെങ്കിൽ ആ പോസിറ്റീവ് ചാർജ് കിട്ടും.
എല്ലാ മുടിക്കും ഒരേ ചാർജ് കിട്ടും. ആ ബോഡിയിലെ എല്ലാ പാർട്ടിക്കിൾസിനും ഒരേ ചാർജ് കിട്ടും. അപ്പോ എന്ത് വെച്ചാൽ ഈ ഓരോ മുടിക്കും പോസിറ്റീവും കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഈ പോസിറ്റീവും തമ്മിൽ എന്ത് വരും? ഒരു റിപ്പൽഷൻ വരും. ആ റിപ്പൽഷന്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ കടന്നിട്ട് ഡാൻസ് കളിക്കുന്നത്. ഓക്കെ, കിട്ടിയ പോസിറ്റീവ് ഇല്ലേ എല്ലാ ബോഡിയിലേക്ക് കിട്ടും. അതാണ് സംഭവം. ഓക്കെ, സെയിം ചാർജ് ആയിട്ട് മാറുന്നതാണ് നമ്മുടെ ഹെയർ. ഹുസൈന, ഹൃദ്യ, ഇവ ഒന്നുമില്ലല്ലോ, പ്രശ്നമില്ലല്ലോ ചേട്ടാ? ഓക്കെ.